ആ ലാഭം നമ്മളൊരു സുഹൃത്തിലൂടെ, ഒരു ശുപാർശകനിലൂടെ നമ്മളത് മറ്റുള്ള സ്ഥലത്തേക്ക് കയറ്റിവിടുന്നു. ഒരിക്കലും ഒരാൾക്ക് സ്വന്തമായി ഒറ്റത്തടിയായിട്ട് ഒരു കാര്യവും ചെയ്യാൻ കഴിയുകയില്ല. ഈ 3 കാര്യങ്ങളുമായി ബന്ധപ്പെടാം. ഒരു ശുപാർശകനും ഒരു കൂട്ടുകാരനും ആവശ്യമാണ് ഒരു കച്ചവടക്കാരനെ അപേക്ഷിച്ചിടത്തോളം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നാളെ ആഖിറത്തിൽ ഈ 3 പേരും നിങ്ങൾക്ക്, ഈ 3 കാര്യവും നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല. അതിനു മുമ്പ് നിങ്ങൾ വേണമെങ്കിൽ പരിശ്രമിച്ചോ. അതാണ് അല്ലാഹു പറഞ്ഞത് ആഖിറത്തിലേക്ക് വേണ്ടി. അതിനാണ് നമ്മൾ നല്ല മക്കളെ വാർത്തെടുക്കുക, ആഖിറത്തിന് വേണ്ടി കുറെ സമ്പാദിക്കുക, ആഖിറത്തിന് വേണ്ടി കുറെ ഉണ്ടാക്കി വെക്കുക. അപ്പൊ നമുക്ക് ആഖിറത്തിൽ നല്ല സ്ഥാനം കിട്ടും, ഈ പറയപ്പെട്ട സ്വർഗത്തിൽ കടക്കാൻ കഴിയും. 3 കാര്യം നാളെ ഉപകരിക്കുകയില്ല. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഅ ഫീഹി വലാ ഖുല്ലതു വലാ ശഫാഅ والكافرون هم الظالمون. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അറിയിക്കുകയാണ്, ഏ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നിങ്ങൾക്ക് 3 കാര്യം ഉപകരിക്കപ്പെടാത്ത ഒരു ദിവസം നിങ്ങൾ നേരിടാൻ പോകുകയാണ്. അത് കാണുന്നതിന് മുമ്പ്, അത് സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈകളിലുള്ളത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവ് ചെയ്യണമേ, അല്ലാഹുവിന് വേണ്ടി മാറ്റി വെക്കണമേ, ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കണമേ. അതല്ലാതെ കൊണ്ട് ദുനിയാവിന്റെ ലഹരിയിൽ വീണു പോയാൽ നാളെ ആഖിറത്തിൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരും. ഈ 3 കാര്യം നിങ്ങൾക്ക് നാളെ ആഖിറത്തിൽ ഗുണപ്പെടുകയില്ല. ഒന്ന് ഫീഹി വലാ ഖുല്ലതു വലാ ശഫാഅ. നാളെ ദുനിയാവിലത്തെ കച്ചവടം ആഖിറത്തിൽ പ്രയോജനപ്പെടാത്ത ദിവസം, കൂട്ടുകാരുടെ ഒരു സഹവാസവും ഇല്ലാത്ത ദിവസം, ഒരു ശുപാർശകന്റെ ശുപാർശയും സ്വീകരിക്കപ്പെടാത്ത ദിവസം, ആ ദിവസം നിങ്ങൾ നേരിടാൻ പോകുന്നതേയുള്ളൂ, അത് കാണാൻ പോകുന്നതേയുള്ളൂ. അത് സംഭവിക്കുന്നതിന് മുമ്പ്, അത് വരുന്നതിന് മുമ്പ് നിങ്ങൾ ആഖിറത്തിലേക്ക് വേണ്ടി സമ്പാദിക്കണമേ. പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാണ്, അൻഫിഖൂ യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറ തുൻജീകും മിൻ അദാബിൻ അലീം. ഏ വിശ്വാസികളെ, ഏ വിശ്വാസിനികളെ, ആഖിറത്തിന്റെ ഒരു കച്ചവടത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സ്വർഗത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു പറയുകയാണ്, നരകത്തെ സൃഷ്ടിച്ച പടച്ചവൻ പറയുകയാണ്, നരകത്തിന്റെ ഭീമാകാരങ്ങളായ ഭയാനകതകളെ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തി തന്ന പടച്ച തമ്പുരാൻ പറയുകയാ, ഞാൻ ഏറ്റവും വലിയ ഒരു ലാഭമുള്ള കച്ചവടം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഹൽ അദുല്ലുകും അലാ തിജാറ. എല്ലാ ദിവസവും കച്ചവടം ചെയ്യുന്നവരെ, വാത് കേൾക്കുന്ന സമയത്തും ഫോണിലൂടെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെടുന്നവരെ, യാത്ര ചെയ്യുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും നേരം വെളുക്കുമ്പോഴും ഓരോ സ്ഥലങ്ങളെ കുറിച്ചും ജാഗകളെ കുറിച്ചും ഫോണിലൂടെ ബന്ധപ്പെട്ടുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് മാഫിയകളും മണൽ മാഫിയകളും അബുകാരി മാഫിയകളുമായി ഒക്കെ ബന്ധപ്പെടുന്ന എത്രയെത്ര സഹോദരങ്ങൾ. പണം പോരട്ടെ, പണം പോരട്ടെ, ഹലാലോ ഹറാമോ അത് പ്രശ്നമേ അല്ല. കുറെ കാശ് വേണം, കാശ് വേണം, പണം വേണം, പണം വേണം. അതാണ് നമ്മുടെ ഇസ്സത്ത്, അതാണ് നമ്മുടെ അഭിമാനം, അതാണ് നമ്മുടെ അന്തസ് എന്ന് കരുതിക്കൊണ്ട് ഹറാം സമ്പാദിക്കുന്നവരെ ഓർത്തുകൊള്ളണമേ. ഇതല്ല കച്ചവടം, ഇതല്ല കച്ചവടം. ഒരു നല്ല കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? ഖുർആൻ നല്ല ഒരു കച്ചവടത്തെ കുറിച്ച് പഠിപ്പിച്ചു തരട്ടെയോ? ഈ ദുനിയാവിൽ കൃഷി ഇറക്കാൻ പറ്റിയ ഒരു കച്ചവടമാണത്, ആഖിറത്തിൽ വിളവെടുക്കാൻ പറ്റിയ ഒരു കച്ചവടമാണത്. തുൻജീകും മിൻ അദാബിൻ അലീം, തുൻജീകും മിൻ അദാബിൻ അലീം. ആണങ്ങളുടെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റിയ ഒരു കച്ചവടമാണത്. നരകത്തിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയ കച്ചവടമാണത്. ഖബറിന്റെ ഇരുണ്ട തുരുത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയ കച്ചവടമാണത്. ഖബറിനകത്തേക്ക് ഭയങ്കരമായ പാമ്പുകൾ വന്ന് നിന്നെ ചുരുട്ടിക്കൂട്ടുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയ കച്ചവടമാണത്.
ഒരിക്കലും നിങ്ങൾക്കത് നഷ്ടം വരികയില്ല, നഷ്ടം സംഭവിക്കുകയില്ല. അങ്ങനത്തെ കച്ചവടം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? അത് നഷ്ടം വരികയില്ല, നഷ്ടം വരികയില്ല. സ്വർഗത്തിന്റെ ഉടമസ്ഥൻ, നരകത്തെ സൃഷ്ടിച്ച പടച്ചവൻ, അവനാണ് പറയുന്നത്, നിങ്ങൾക്ക് രക്ഷമാർഗം, രക്ഷയുടെ കവാടം ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? തുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിനെ വിശ്വസിച്ചോ, അല്ലാഹുവിനെ വണങ്ങിക്കോ, അല്ലാഹുവിനെ വഴിപ്പെട്ടോ, അവന്റെ മുന്നിൽ നെറ്റിത്തടം സമർപ്പിച്ചോ, അവന്റെ പ്രവാചകനായ റസൂലുള്ളാഹി തങ്ങളെ വിശ്വസിച്ചോ, ആ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച വഴികളെ അനുധാവനം ചെയ്തുകൊള്ളുക, ആ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗരേഖകളിലൂടെ സഞ്ചരിക്കുക. പ്രവാചകൻ ഏതൊന്ന് വിലക്കിയോ അത് നിങ്ങൾ വർജിക്കണമേ, അത് നിങ്ങൾ ഒഴിവാക്കണമേ. എങ്കിൽ നിങ്ങളുടെ കച്ചവടം വിജയിച്ചു, കച്ചവടം വിജയിച്ചു. നാളെ ആരുടെയും ശുപാർശ ഇല്ലാത്ത ഒരു സന്ദർഭമാണത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ കയറിക്കൊണ്ട് പരസ്യമായി മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ കയറിയിട്ട് ഹമിദല്ലാഹ ഫാത്നാ അലൈഹി, അല്ലാഹുവിനെ പുകഴ്ത്തിയിട്ട് വിളിച്ചു പറയുകയാ, യാ മഅ്ശറൽ മുസ്ലിമീൻ, യാ മഅ്ശറൽ മുസ്ലിമീൻ. മദീന പള്ളിയുടെ മിമ്പർ ഗർജിക്കുകയാണ്, മദീന പള്ളിയുടെ മിഹ്റാബ് ഗർജിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. ഉച്ചഭാഷണിയില്ലാത്ത 1400 വർഷത്തിനപ്പുറത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മാധുര്യമേറിയ സ്വരം ആ പരിശുദ്ധമായ ഹിജാസിന്റെ ഓരോ മുക്കിലും മൂലകളിലും അലയൊലി കൊള്ളുകയാണ്, ആവേശം കൊള്ളുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറയുകയാണ്, ഞാൻ നിങ്ങളെ നരകത്തിൽ നിന്ന് താക്കീത് ചെയ്യുകയാണ് സഹാബത്തെ, ഞാൻ നിങ്ങളെ നരകത്തിൽ നിന്ന് താക്കീത് ചെയ്യുകയാണ് മുസ്ലിമീങ്ങളെ, നരകത്തിൽ നിന്ന് താക്കീത് ചെയ്യുകയാണ് വിശ്വാസികളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപന മദീന പട്ടണത്ത് കച്ചവടം ചെയ്ത ഓരോ കച്ചവടക്കാരനും ആ ശബ്ദം കേട്ടുവന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിന്റെ മുകളിൽ നിന്ന് പരസ്യമായി പ്രഖ്യാപിച്ചപ്പോ ആ പ്രഖ്യാപനം മദീന, മദീനയുടെ ഏത് ദിക്കിലാണോ, മദീനയുടെ ഏത് കോണിലാണോ ആരൊരാൾ അധിവസിച്ചിട്ടുണ്ടോ, ആരൊരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ, ആരൊരാൾ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നോ, അവരെല്ലാവരും ആ ശബ്ദം കേൾക്കുകയാ, അവരെല്ലാവരും ആ ശബ്ദം മനസ്സിലാക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനമാ, ഭൗതികതയുടെ പിന്നാലെ തുള്ളിച്ചാടി കേവലം നശ്വരമായ ജീവിതത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്ത് തോന്നിയ വാസവും തമ്മാടിത്തരവും ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന സഹോദരാ, ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മുത്തായ വാക്കാണിത്. അല്ലാഹുവിന്റെ റസൂലില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു സംഗമം ഉണ്ടാകുമോ? ഹബീബായ റസൂലുള്ളാഹി ഇല്ലായിരുന്നുവെങ്കിൽ ഈ ആകാശത്തെ, ഈ ലോകത്തെ നമുക്ക് പരിചയപ്പെടാൻ കഴിയുമോ? ആ ഹബീബായ റസൂലുള്ളാഹി തങ്ങളല്ലയോ നമുക്ക് നാളെ ആഖിറത്തിൽ ശുപാർശ ചെയ്യേണ്ടത്? ആ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനമാ, നരകത്തെ കൊണ്ട് ഞാനിതാ നിങ്ങൾക്ക് താക്കീത് ചെയ്യുകയാണ്. ആ നരകത്തിന് പോകരുതേ. യാ മഅ്ശറൽ മുസ്ലിമീൻ ഇർഹബൂ മാ റഹബകുമുല്ലാഹു മിൻ റഹ്മതിഹി, അല്ലാഹു നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ച കാരുണ്യവും അവന്റെ ഔദാര്യതയും ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. അത് നിങ്ങൾ ആസ്വദിക്കണേ, അത് നിങ്ങൾ ഇഷ്ടപ്പെടണേ, അത് നിങ്ങൾ ആഗ്രഹിക്കണേ. വഹദറൂ വഹദറൂ വഖാഫൂ വഖാഫൂ من عقابه ومن عذابه وعذاب جهنم. അല്ലാഹുവിന്റെ റസൂൽ താക്കീത് ചെയ്യുകയാ. അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന്, അവൻ ഒരുക്കി വെച്ച നരകകൊണ്ടാരത്തിൽ നിന്ന്, അഹങ്കാരികളെയും തെമ്മാടികളെയും ധിക്കാരികളെയും പാർപ്പിക്കുന്ന സങ്കേതത്തിൽ നിന്ന് നിങ്ങൾ ഭയപ്പെടേണമേ, ഒളിച്ചോടേണമേ, വിരണ്ടോടേണമേ.
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നരകത്തെ കുറിച്ച് നമുക്ക് താക്കീത് നൽകുമ്പോൾ ദുനിയാവിന്റെ പിന്നാലെ ഓടുന്ന ചെറുപ്പക്കാരാ, ആ നരകത്തെ കുറിച്ച് നിനക്ക് എന്ത് ചിന്തയാണുള്ളത്, എന്ത് ഓർമ്മയാണുള്ളത്? കേവലം ദുനിയാവിന്റെ രസത്തിന്റെ പിന്നിൽ കുടുങ്ങിപ്പോയ നിനക്ക് ആരടി മണ്ണിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? ഇന്ന് നിന്നോടൊപ്പം സഹവസിക്കാൻ നിന്റെ കൂട്ടുകാരൻ ഉണ്ടാകും, നിന്റെ കൂട്ടുകാരി ഉണ്ടാകും, കാമുകനും കാമുകയും ഉണ്ടാകും. ഏത് തോന്നിയ മാസത്തിലേക്ക് നയിക്കാനും കുറെ ചെറുപ്പക്കാരൻ നിന്നോടൊപ്പം ഉണ്ടാകും. നിന്റെ നെട്ടോട്ടത്തിനിടയിൽ നിന്റെ റൂഹ് നഷ്ടപ്പെട്ട് നീ റോഡിൽ മലന്നടിച്ച് വീഴുമ്പോ ചേതനയേറ്റ ശരീരത്തെ ജനങ്ങളെടുത്ത് കുളിപ്പിച്ച് 21 മുഴം തുണിയിൽ പൊതിഞ്ഞ് ആരടി മണ്ണിലേക്ക് നിന്നെ കൊണ്ടുവെക്കുമ്പോ എല്ലാവരും മണ്ണിട്ട് മൂടിയിട്ട് പോകുമ്പോ എന്താണ് നീ ഈ ഖബറിലേക്ക് കൊണ്ടുവന്നത് സഹോദരാ? ഈ ഖബറിലേക്ക് നീ എന്ത് വിഭവങ്ങളുമായിട്ടാണ് വന്നത്? ദുനിയാവിൽ അല്ലാഹു നിനക്ക് 60 വയസ്സ് നൽകിയില്ലേ, 20 വയസ്സ് നൽകിയില്ലേ, 30 വയസ്സ് നൽകിയില്ലേ? നാളെ ആഖിറത്തിൽ അല്ലാഹു ചോദിക്കുകയാണ്, ഐന അബ്നാഉ സിദ്ദീൻ, 60 വയസ്സുകാരൊക്കെ ഇങ്ങോട്ട് പോരെ. ഐന അബ്നാഉ സിദ്ദീൻ, 60 വയസ്സ് വരെ നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ഉണ്ടാകുമ്പോ അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീ من تذكر وجاءكم النذير. ചിന്തിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള സകലമായ സൗകര്യങ്ങളും ദുനിയാവിൽ ഞാൻ നിങ്ങൾക്ക് ഒരുക്കി തന്നില്ലേ? ബുദ്ധി തന്നില്ലേ? ദീർഘവീക്ഷണം നൽകിയില്ലേ? കഴിവ് നൽകിയില്ലേ? സഹോദര, ഒരു വർഷം, ഒരു 10, 15, 20 വർഷം മുമ്പ് ഖുർആൻ പഠിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. 21ാം നൂറ്റാണ്ടിലെ ചെറുപ്പക്കാരന്റെ കൈക്കകത്തിരിക്കുന്ന മൊബൈൽ ഒന്ന് സ്വിച്ചമർത്തിയാൽ ഏത് ഭാഷയിലെ തർജ്ജമയടക്കം ഖുർആൻ പഠിക്കാനുള്ള സൗകര്യം നിന്റെ മുന്നിലുണ്ടായിട്ട് അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീ, അതിനകത്ത് അല്ലാഹു പഠിപ്പിച്ച താക്കീതുകളും പ്രവചനങ്ങളും നീ എന്തേ മറന്നുപോയത്? എന്തേ നീ ചിന്തിക്കാത്തതെന്ന് നാളെ 60 വയസ്സുകാരനോട് അല്ലാഹു ചോദിക്കുമത്രേ. വജാഅകുമുൻ നദീർ. എത്ര പണ്ഡിതന്മാരാണ് നരകത്തെ കുറിച്ച് താക്കീത് നൽകിയത്? നാളെ ഖബറുണ്ടെന്നും അവിടെ ചോദ്യമുണ്ടെന്നും അവിടെ പാമ്പുകൾ ഇറങ്ങുമെന്നും അവിടെ തേളുകൾ ഒരുമിച്ച് കൂടുമെന്നും ഖബറിനെ തീയാൽ നിറയ്ക്കപ്പെടുമെന്നും അതിലൂടെ കിടന്ന് മറിയേണ്ടി വരുമെന്നും എത്ര പണ്ഡിതന്മാരാണ്, എത്ര നേതാക്കന്മാരാണ്, എത്ര പ്രവാചകന്മാരാണ് നിങ്ങൾക്ക് വന്ന് താക്കീത് നൽകിയത് എന്ന് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ചോദിക്കുമ്പോ ഖാലൂബനാ ഖദ് ജാഅനാ നദീർ. അവരൊന്നടങ്കം പറയുമത്രേ, വന്നിരുന്നു പഠിച്ചവനെ, ഒരുപാട് താക്കീതുകാര് വന്നിരുന്നു പഠിച്ചവനെ, ഒരുപാട് പ്രഭാഷണങ്ങൾ ഞങ്ങൾ കേട്ടവരാണ് പഠിച്ചവനെ, ഒരുപാട് ഖുർആന്റെ ഓത്ത് കേട്ടവരാണ് അല്ലാഹ്. പക്ഷേ അതെല്ലാം ഞങ്ങൾ കളവാക്കി റബ്ബേ, അതെല്ലാം പുച്ഛിച്ച് നൽകി റബ്ബേ. وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്ന ആ സ്ഥലങ്ങളിൽ പോകുവാനും ആ പ്രഭാഷണങ്ങൾ കേൾക്കുവാനും കേൾക്കുന്നവരെയും പറയുന്നവരെയും പുച്ഛിക്കുകയും ചെയ്തവരാണ് അല്ലാഹ്. അന്ന് വിവരമില്ലായിരുന്നു പഠിച്ചവനെ, ഇപ്പോ നരകത്തിന്റെ ഭീകര രൂപം ഞങ്ങൾ കണ്ടിരിക്കുകയാണ് അല്ലാഹ് എന്ന് നാളെ ആഖിറത്തിൽ പോകുമ്പോ വിരല് കടിച്ചുകൊണ്ട് വിലപിക്കേണ്ട ഒരു ഗതികേട് ഈ സമുദായത്തിന് വരുന്നതിന് മുമ്പാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മിമ്പറിന്റെ പടവുകൾ കയറിയിട്ട് വിളിച്ചു പറഞ്ഞത്, സുഹൃത്തെ, സഹോദരാ, ഇന്ന് നമ്മുടെ കൂട്ടുകാരൻ പോലും കൂട്ടുകാരി പോലും ആഖിറത്തിൽ രക്ഷയ്ക്ക് വരികയില്ല. നമ്മുടെ കൂടെ കിടക്കുന്ന സഹധർമ്മിണി പോലും നമ്മളെ സഹായിക്കാൻ വരികയില്ല. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് മഹദിയായ ആയിഷ ബീവി ചോദിക്കുകയാണ്,